തൊലി പൊളിച്ചു കൊടുക്ക. കാണാൻ പറ്റുമല്ലോ കേട്ടോ. തീർന്ന് ഇവന് ഞാനോട് തിന്നാൻ പോണം. അന്നാ പേടിയേറ്റതിന് ശേഷം ഇവര് ഇങ്ങനെയാണ് സാറേ. ഇവര് തീറ്റി മേടിച്ചു കൊടുത്ത് എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു സാറേ. എന്നാലും കുഴപ്പമില്ല, ഇവന്റെ അസുഖമെല്ലാം ഒന്ന് മാറി കിട്ടിയാ മതി. എന്നിട്ടും ഒരു വിശപ്പില്ല സാറേ. കൊല്ലു പോലെയാണ് സാറേ ഞാനിവനെ വളർത്തിയത്. കൊന്നുപോലെയായി. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സാറേ എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണേ. ദൈവം ഭീകരജീവിനെ കണ്ട് പേടിച്ചൊന്നല്ല, ആർത്തി മൂത്ത് ചത്ത ആരുടെ പ്രേതം കണ്ട് പേടിച്ചത്. പോയാ അനിയ? അതെ അനിയ. അനിയൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ കണ്ട ആള് ഇദ്ദേഹമാണോ? ആണോ? ഓറഞ്ച് എന്നാ ശരിക്കും ഓർമ്മ വരും പോലീസാരാ. ഓറഞ്ച് വേണല്ലേ? ഓറഞ്ച് അല്ല, ഓറഞ്ച് വാങ്ങിത്തരാട്ടാ. അപ്പൊ ഓറഞ്ച് തിന്നാ ഓർമ്മ വരുന്ന ആള് ഇതാണോ? ഓറഞ്ച് തിന്നിട്ട് ഓർമ്മ വന്നിട്ട് അല്ലേ? ആണോ? അല്ലേ? പിന്നെ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക് അല്ലേ? ഓർമ്മ വരില്ല. അവിടെ കണ്ടത് ശരിക്കും ഓറഞ്ചല്ല. ഓറഞ്ച് അമ്മയുടെ ഓറഞ്ച്. അല്ല സാറ് പോകുകയാണാ? ഡോക്ടർ പറഞ്ഞതേ എന്റെ മകന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്നാണ്. പതുക്കെ മാറിയാ മതി. അവന്റെ ഒന്നും അസുഖം മാറിയിട്ട് യാതൊരു കാര്യമല്ല. പിന്നെ എന്റെ മകനെ പറ്റി പറഞ്ഞാലേ പോലീസാണെന്ന് ഞാൻ നോക്കിയാല ഞാൻ. പോലീസുകാരൻ വെറുതെ മനുഷ്യന് സമയം മെനക്കെടുത്തി. ആ കൊല വാങ്ങിയ കാശ് പോയി. അവന്റെ ഒടുക്കത്തെ വിശപ്പും ഒരു അലവലാതി തള്ളയും. അവൻ രാത്രിയിലെ ആ തള്ളയുടെ കരിഞ്ഞ മോന്ത കണ്ടു പേടിച്ചായിരുന്നു. എന്തൊരു ചേട്ടാ പ്രശ്നം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. മർഡർ നടന്നു വീട്ടിൽ നിന്ന് നിന്റെ ID കാർഡ് CSRന് കിട്ടി. ID കാർഡ്? അതെങ്ങനെയാ അവിടെ വന്നത്? അത് മാത്രമല്ല പ്രശ്നം, ആ വീടിനകത്ത് നിന്ന് നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ? അതേടാ, മാച്ചിങ് റിപ്പോർട്ട് SP ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. രതീഷേട്ടാ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾക്കിതിൽ യാതൊരു മനസ്സറിവില്ല. ഞാൻ വിശ്വസിച്ചിട്ട് എന്താടാ കാര്യം? ജെയിംസിനോടൊപ്പം ഇപ്പൊ നിങ്ങളും കൊലപാതകത്തിൽ പ്രതികളാണ്. ഞങ്ങൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട് രതീഷേട്ടാ. തൽക്കാലം നിങ്ങൾ മാറി നിൽക്കുന്ന ബുദ്ധി, ബാക്കി നമുക്ക് വഴിയെ നോക്കാം. സാറേ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇന്നത്തേക്കോ? ആ ഇന്നത്തേക്ക്. കോയമ്പത്തൂർക്കാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഇവിടെ തൽക്കാലം നമ്മൾ എങ്ങോട്ടാ പോകുന്ന ആരും അറിയുന്നത്. എങ്ങോട്ടാ രണ്ടുപേരും ബാഗ് തൂക്കി? അത് സാറേ ഞങ്ങളുടെ സസ്പെൻഷൻ ആയിരുന്നു ശരിയാക്കാനായിട്ടെ തിരുവനന്തപുരം വരെ ഒന്ന് പോവാ. പിന്നെ സാറ് ഞങ്ങളെ കണ്ടവരോടും പറയണ്ട, ഇവിടെ നിന്ന് ഇപ്പം ആരും വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ധൈര്യമായിട്ട് പോയിട്ട് ഓക്കെ സാർ. ഞാനില്ലേ ഇവിടെ. പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോ ചെലവ് ചെയ്യണോ? അത് ഞങ്ങളായിരുന്നു സാർ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നോട്ടെ. ശരി വിഷ്ണു, എന്താ പാരഭാസ്കരന്റെ മുന്നിലാണല്ലോ ചെന്ന് വിട്ടത്. ഇനി ഈ ലോകത്തറിയാൻ ആരും ബാക്കിയുണ്ടാവില്ല. പറയട്ടേന്ന്. അതല്ല ഞാൻ തിരുവനന്തപുരം എടുത്തു പറഞ്ഞത്. എടാ ഈ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ പോലീസുകാരെ പറ്റിക്കണം ഇങ്ങനെയാണ്. പിന്നല്ലാതെ. എടാ നമ്മൾ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും, തിരുവനന്തപുരം SI ബാസറിനോട് പറയും. പക്ഷെ നമ്മൾ മറ്റിടത്തേക്കാ പോകണം. ആണാ? പൊളിച്ച്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് മൻസൂർ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മനസ്സിനെ കുറിച്ച് വിഷ്ണു പറയാറുണ്ട്.
മൻസൂർ നല്ല മിമിക്രി ആർട്ടിസ്റ്റാ. പിന്നെ അത്യാവശ്യം നാടകവും കലാപരിപാടികളൊക്കെ ഉണ്ട് കയ്യില്. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ കളിക്ക് 350 രൂപ ഇടുന്ന കാലത്ത് ഇപ്പൊ ബിസിനസ് തുടങ്ങിയാൽ അതൊക്കെ നിർത്തി. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അത് പറയാൻ പറഞ്ഞു. എൻ്റെ മാമാൻ്റെ ഒരു പൊരണ്ട്. മൂപ്പര് വലിയൊരു പൊരണ്ടാക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ 2 ദിവസം താമസിച്ചു. ഇതിൽ മൂപ്പര് പറയാം മൂപ്പര് ഉദ്ദേശിച്ച പൊരത്തല്ല, മൂപ്പര് ഫാമിലി ആയിട്ട് പിന്നെയും ദുബായിക്ക് കാര്യങ്ങളൊക്കെ ഞാനാ നോക്കല്. അവിടേക്ക് നമ്മൾ പോകും. അവിടെ ആകുമ്പോൾ ഫുള്ള് സേഫാണ്. I think the picture is clear now. പരപ്പാറ ജെയിംസ് ചാടിപ്പോയതായി വിഷ്ണുവും റോയും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയോ വണ്ടാഴി പാപ്പച്ചൻ വന്ന് വീണു. രണ്ടാളും കടത്തിൽ മുങ്ങിയേൽക്കുന്ന സമയമല്ലേ പരപ്പാറ ജെയിംസ് എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു മണ്ടത്തരം അവർ ചെയ്യോ സാർ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്നും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളൂ ആ യൂസ്ലെസ്സുകൾ. കൊലപാതകം നടന്ന വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ അന്ന് പുലർച്ചെ 3 മണി വരെ അവർ രണ്ടാളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്ക് എന്താ പറയാനുള്ളത്? റോയുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി. അവിടുന്ന് കിട്ടിയ ID കാർഡും വീടിനകത്തുനിന്ന് കിട്ടിയ വിഷ്ണുവിന്റെ വിരലടയാളം കൂടി ആയപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു കൊലപാതകത്തിന് കൂട്ടുവെക്കുമെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിൽ അവന്മാർ തന്നെയാണ്. തനിക്ക് ഇപ്പോഴും അവരുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതെനിക്കറിയാം. അവരുടെ അച്ഛന്മാരുടെ ബാച്ച്മേറ്റ് ആയിരുന്നല്ലോ താൻ. അവർക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ആ SI ബാസറിനോട് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് കള്ളം പറഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. മോന്റെ വേഷം പോലീസിന്റേതാണെങ്കിലും പണി കള്ളന്റേതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കൊലയാളിയെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ എനിക്കില്ല. നിങ്ങളുടെ മോനണീച്ച മോതിരം വാടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ബന്ധം നമുക്ക് ചേരില്ലാന്ന്. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞാൽ മാമൻ കേൾക്കൂല. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അല്ല 2 ഷെയ്ക്കുമാർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മാതിരി ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമ്മാർ തിരിച്ചറിയില്ല. ഇനി ധൈര്യമായിട്ട് പുറത്തു പോയിക്കോളി. പക്ഷെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ആ മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കി. മനസ്സിലായി? എവിടെ വരെ നിങ്ങളെ 2 മൊബൈൽ ഇപ്പോൾ പാണ്ടിലോറിയിൽ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന്റെ അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്കും. നിങ്ങൾ പോലീസ് രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ? അങ്ങനെയാണ് ആ ഒളിഞ്ഞു നോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. മൂപ്പര് തപ്പിയെടുത്തോളും. നിങ്ങളെ വയ്ക്കും നമുക്ക് അന്വേഷിക്കാം. ഈ വേഷത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ. പിന്നെന്താ, നമുക്കിറങ്ങാം. എന്നാലും അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ, അന്ന് രാത്രി കണ്ട നീ വരല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ. രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞു നോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നോ? നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ പടം പത്രത്തിൽ വരും, മിക്കവാറും വരും. അത് മതി. മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോളത്തിലാണെന്ന് മാത്രം. ഒളിഞ്ഞൊക്കെ നടക്കുന്നു. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട നിന്റെ കണ്ണി ഞാൻ കുത്തി. മനസ്സിലായി? ഇറങ്ങി പോടാ. എന്തോ ആവശ്യം വന്നാ വിളിപ്പിക്കും. വന്നോണം. പിന്നെ എന്റെ പട്ടി വരും. വിളിച്ചു വരുത്തിട്ട് കണ്ണു കുത്തി പൊട്ടി.